സ്വർണവിലയില് വീണ്ടും വർധനവ്. ഇന്ന് 1,18,640 രൂപയാണ് പവന്റെ നിരക്ക്. 1,17,520 രൂപയായിരുന്നു മുൻനിരക്ക്. 1,120 രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത്. ഗ്രാമിന് ഇന്ന് 14,830 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നലെ 2 തവണയാണ് നിരക്കില് മാറ്റമുണ്ടായത്. രാവിലെ 1,18,320 ആയിരുന്നു പവന്റെ നിരക്ക്. രാജ്യാന്തര തലത്തിലെ നിരക്ക് വർധനയായിരുന്നു കേരളത്തിലും പ്രതിഫലിച്ചത്. അതിവേഗം കുതിക്കുന്ന സ്വർണം അടുത്ത കാലത്തൊന്നും സഡന് ബ്രേക്കിടാന് സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി അവസാനിക്കും മുമ്പ് മറ്റൊരു റെക്കോർഡും സ്വർണം കീഴടക്കാനിടയുണ്ട്. ഓരോ ദിവസവും പുത്തന് റെക്കോർഡുകള് കീഴടക്കുക എന്നതാണ് നിലവിലെ സ്വർണത്തിന്റെ രീതി. വിലയില് ഇടിവ് സംഭവിക്കാറുണ്ടെങ്കിലും ആശ്വാസത്തിനുള്ള വക ഇനിയും ലഭിച്ചിട്ടില്ല. സ്വർണം വാങ്ങിക്കാന് കാത്തിരിക്കുന്നവര് അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. കാരണം വരാനിരിക്കുന്നത് വമ്പന് കുതിപ്പാണത്രേ. US-ഇറാന് സംഘർഷം തന്നെയാണ് നിലവില് റെക്കോർഡ് വിലയിലേക്ക് കുതിക്കാന് സ്വർണത്തെ പ്രേരിപ്പിക്കുന്നത്. ആണവകരാറില് ഏർപ്പെടാന് 15 ദിവസത്തെ കാലാവധി നൽകി ഞെട്ടിക്കുകയാണ് നിലവില് അമേരിക്കന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ കാലാവധി അവസാനിക്കും മുമ്പ് തീരുമാനമുണ്ടായില്ലെങ്കില് ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നു. യുദ്ധങ്ങളുണ്ടാകുമ്പോള് സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് ആളുകള് എത്തുന്നത് പതിവാണ്. അതുതന്നെയാണ് നിലവില് ഇവിടെയും സംഭവിക്കുന്നത്. ഇറാനും US-ഉം തമ്മില് യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് നിക്ഷേപം പൂർണ്ണമായും സ്വർണത്തിലേക്ക് മാറ്റാനുള്ള ഓട്ടത്തിലാണ് നിക്ഷേപകര്. അതിനാല് തന്നെ സ്വർണവില ഇനിയും ഉയരാന് സാധ്യതയുണ്ട്.